19 മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളത്തിൻ്റെ 7ാം സീസൺ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 3-നാണ് ആരംഭിച്ചത്. ഒരു കോമണർ ഉൾപ്പെടെ സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വൈറലായത് കൊല്ലം സുധിയുടെ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധിയുടെ എൻട്രി തന്നെയായിരുന്നു. രേണുവും 18 പേർക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാനും പ്രേക്ഷക പ്രീതി നേടാനുമെല്ലാം ശ്രമിക്കുന്നുണ്ട്. കപ്പുമായി തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് രേണു വിമാനം കയറിയത്. ഹൗസിലെ ആദ്യത്തെ വഴക്ക് നടന്നത് തന്നെ രേണുവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. രേണുവിന് ജനങ്ങൾക്കിടയിലുള്ള നെഗറ്റീവ് ഇമേജിനെ കുറിച്ച് മത്സരാർത്ഥികളും ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ രേണുവുമായി വഴക്കും തർക്കങ്ങളും നടത്താനുള്ള ശ്രമങ്ങളും ചില മത്സരാർത്ഥികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. 3ാമത്തെ എപ്പിസോഡിൽ രേണുവും ഫാഷൻ കൊറിയോഗ്രാഫറുമായ നെവിനും തമ്മിലായിരുന്നു വാക്കുതർക്കം. ബെഡ്റൂമിൽ വെച്ച് സഹ മത്സരാർത്ഥികളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ഇരുവരും. അതിനിടയിലാണ് നെവിൻ രേണുവിനെ ആട്ടിയത്. അത് ഇഷ്ടപ്പെടാതിരുന്ന രേണുവും തിരിച്ച് നെവിനെയും 2 തവണ ആട്ടി. തുപ്പൽ മുഖത്ത് തെറിക്കാതിരുന്നത് കൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞത്. ആട്ടിയതിന് ഞാൻ സോറി പറയുന്നു എന്നാണ് ഉടൻ നെവിൻ പറഞ്ഞത്. 2 വട്ടം ആട്ടിയതിന് ഞാനും ക്ഷമ ചോദിക്കുന്നുവെന്ന് രേണുവും പ്രതികരിച്ചു. ഇനി ഞാൻ രേണുവിനെ ആട്ടുന്നില്ല, പക്ഷേ നിങ്ങളുടെ മുഖം കണ്ടാൽ എങ്ങനെ ആട്ടാതിരിക്കുമെന്ന് നെവിൻ പറഞ്ഞതോടെ അതുവരെ കളിയായി നടന്ന സംഭാഷണത്തിന്റെ മട്ട് മാറി. എൻ്റെ മുഖം കണ്ടാൽ നിനക്ക് ആട്ടാൻ തോന്നുമല്ലേ? മുഖം കണ്ട് ആട്ടാനും ഉരയ്ക്കാനും തോന്നുന്നുണ്ടെങ്കിൽ നീ എനിക്ക് അതൊന്ന് കാണിച്ചു തരണം. പറഞ്ഞ വാക്ക് പാലിക്കണം. എൻ്റെ മോന്ത നന്നായി ഉരയണം. നീ മാത്രമേ ഉരയ്ക്കാൻ പാടുള്ളൂ എന്ന് രേണു പറഞ്ഞു. പറഞ്ഞ വാക്ക് താൻ പാലിക്കുമെന്ന് നെവിനും പറഞ്ഞു. ഇരുവരുടെയും സംഭാഷണത്തിന്റെ ശബ്ദം ഉയർന്നതോടെ ശാരിക അവിടേക്ക് എത്തി. വയലൻ്റായ രേണുവിനെ കണ്ട് രേണു അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്നായിരുന്നു ശാരികയുടെ കൗണ്ടർ. അത് രേണുവിന് ഇഷ്ടപ്പെട്ടില്ല. ശാരികയുടെ മുഖത്ത് നോക്കി ഒരാൾ മുഖം പിടിച്ച് ഉരയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് രേണു ചോദിച്ചു. ഉരയ്ക്കുമെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാമെന്ന് ശാരിക പറയുകയായിരുന്നു. പിന്നെ എന്താണ് ഞാൻ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്? സ്കിറ്റ് കളിക്കുകയായിരുന്നു എന്നായിരുന്നു രേണുവിൻ്റെ കൗണ്ടർ. അതോടെ അതുവരെ ഫയർ മോഡിലായിരുന്ന ശാരികയ്ക്ക് പോലും ഉത്തരം മുട്ടി. വേർത്ത് കുട്ടിശങ്കറിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയ സ്റ്റേജിലാണ് രേണുവിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകർ. ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളുടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം കാണുമ്പോൾ രേണു വളരെ ഭേദപ്പെട്ട മത്സരാർത്ഥിയാണ് എന്ന് തോന്നുന്നുവെന്നാണ് കമൻറ്റുകൾ. വൈറൽ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളെല്ലാം രേണുവിന് അനുകൂലമാണ്. സീസൺ 7-ലെ 18ാമത്തെ മത്സരാർത്ഥിയായാണ് രേണു ഹൗസിലേക്ക് എത്തിയത്. നെവിൻ കാപ്രേഷ്യസ് ഫാഷൻ കൊറിയോഗ്രാഫർ, സ്റ്റൈലിസ്റ്റ്, കലാസംവിധായകൻ എന്നീ നിലകളിൽ എല്ലാം പ്രശസ്തനാണ്. കൂടാതെ പേജന്റ് ഗ്രൂമറും ലൈസൻസ്ഡ് സൂംബ പരിശീലകനും ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ബിരുദധാരിയുമാണ്. അതേസമയം ആദ്യ ആഴ്ചയിലെ നോമിനേഷൻ പട്ടികയിൽ രേണു സുധിയും ഇടം പിടിച്ചിരിക്കുകയാണ്. ഹൗസിലെ ക്യാപ്റ്റൻ കോമണർ അനീഷാണ്.